നമസ്കാരം. 24 റൗണ്ട് അപ്പിലേക്ക് വിശദമായി. പുതിയ ഇരട്ട നികുതി ഘടനയ്ക്ക് GST കൗൺസിൽ അംഗീകാരം നൽകി. 5%, 18% സ്ലാബുകൾ മാത്രമാകും ഇനി ഉണ്ടാവുക. 12%, 28% സ്ലാബുകൾ ഒഴിവാക്കി. ഇരട്ട നികുതി ഘടന സെപ്റ്റംബർ 22 മുതൽ പ്രാബല്യത്തിൽ വരും. ബൽറാം നെടുങ്ങാടിയുടെ വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഇളവുകൾ എന്നായിരുന്നുവല്ലോ കേന്ദ്ര ധനമന്ത്രിയുടെ പ്രഖ്യാപനം. ഏതൊക്കെ ഇനങ്ങൾക്കാണ് വില കുറയുക? എന്തൊക്കെയാണ് വിവരങ്ങൾ ബൽറാം? ഉന്മേഷ, GST നടപ്പാക്കിയത് മുതൽ ഏറ്റവും വലിയ ഒരു മാറ്റമാണ് കേന്ദ്ര ധനമന്ത്രി ഇപ്പോൾ വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2 ദിവസത്തെ GST കൗൺസിൽ യോഗത്തിന് ശേഷം നാളെ വൈകിട്ട് മാധ്യമങ്ങളെ കാണാൻ ഇരുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ അടിയന്തര വാർത്താ സമ്മേളനം വിളിച്ചാണ് ഇന്ന് തന്നെ ആദ്യ ദിവസത്തെ യോഗത്തിന് ശേഷം തന്നെ ഇക്കാര്യം മാധ്യമങ്ങളിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഈ ഇരട്ടി നികുതി ഘടനയ്ക്ക് GST കൗൺസിൽ അംഗീകാരം നൽകിയ ഒരു പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച ഈ GST നികുതി ഘടനയിലെ മാറ്റം സംബന്ധിച്ചുള്ള തീരുമാനം ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങൾക്ക്, സാധാരണക്കാർ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾക്ക് വലിയ തോതിൽ വില കുറയുമെന്ന പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരെ ഉദ്ദേശിച്ച് അവർക്ക് വേണ്ടിയുള്ള ഒരു മാറ്റമാണ് നടപ്പാക്കിയിരിക്കുന്നത് എന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം. നിത്യോപയോഗ സാധനങ്ങൾ ബൽറാം നെടുങ്ങാടിയാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. സമഗ്രമായ മാറ്റമാണ് ഇപ്പോൾ GST ഘടനയിൽ വരാൻ പോകുന്ന 2 സ്ലാബുകളിലേക്ക് മാത്രമാക്കി ചുരുക്കിയിരിക്കുന്നു. അങ്ങനെ ഇരട്ട നികുതി ഘടനയാണ് രാജ്യത്ത് നിലവിൽ വരാൻ പോകുന്നത്. ഈ മാസം 22 മുതലാണ് പുതുക്കിയ നികുതി ഘടന പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. ഒട്ടേറെ നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെ വില കുറയുന്നുണ്ട്. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനം എന്നാണ് ധനമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അങ്ങനെ സമഗ്ര മാറ്റം GSTയിൽ വരികയാണ്. ഷാംപൂ, സോപ്പ് അതുപോലെയുള്ള ഇനങ്ങൾക്കൊക്കെ വില കുറയും. ചെറു കാറുകൾക്ക് വില കുറയും. സിമന്റ്, അതോടൊപ്പം തന്നെ മാർബിൾ, ഗ്രാനൈറ്റ്, ഈ ഇനങ്ങൾക്കൊക്കെ വില കുറയുകയാണ് ചെയ്യുക. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനമെന്ന് കേന്ദ്ര ധനമന്ത്രി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അങ്ങനെ സമഗ്രമായൊരു മാറ്റം ഈ ഘടനയിൽ വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ ഈ സംസ്ഥാനങ്ങൾ ഇതിനൊപ്പം തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്കയുണ്ടല്ലോ, ഈ വരുമാന ചോർച്ച അതെങ്ങനെ പരിഹരിക്കണമെന്നുള്ള ചോദ്യമുണ്ടല്ലോ. രാവിലെ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഇനി എങ്ങനെയാകും ഈ സംസ്ഥാനങ്ങളുടെ ഒരു പ്രതികരണം വരിക ബൽറാം? ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു പുതിയ നികുതി ഘടന സാധാരണക്കാർക്ക് വലിയ ആശ്വാസമാകുമെന്നും നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ഈ ഒരു പുതിയ ഘടന വരുന്നതോടുകൂടി വലിയ തോതിലുള്ള വരുമാന നഷ്ടം സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. കേരളത്തിന്റെ കാര്യത്തിൽ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാണിച്ചത് ഏതാണ്ട് 8,000 കോടിയോളം വരുമാന നഷ്ടം സംസ്ഥാനത്തിന് ഈ പുതിയ നികുതി ഘടനയിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പരിഹരിക്കാൻ ഒരു പാക്കേജ് വേണം എന്ന ആവശ്യം സംസ്ഥാനങ്ങൾ ഇന്നത്തെ GST കൗൺസിൽ യോഗത്തിലും ഉന്നയിച്ചിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു വിശദീകരണം എന്നുള്ളത്, പുതിയ നികുതി ഘടന നടപ്പാക്കുമ്പോൾ വരുമാന നഷ്ടം ഉണ്ടാകും എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും എന്നാൽ ഈ സാധനങ്ങൾക്ക് വില കുറയുന്നതോടെ ആളുകൾ ഈ ഉപഭോഗം വർദ്ധിപ്പിക്കുമെന്നും അതിലൂടെ ഈ ഒരു കുറവ് മറികടക്കാൻ കഴിയും എന്നുമാണ്. വരുമാനത്തിലെ കുറവ് ഉപഭോഗം വർദ്ധിക്കുന്നതിലൂടെ മറികടക്കാൻ കഴിയുമെന്ന ഒരു പ്രഖ്യാപനമാണ്. എന്നാൽ ഈ പാക്കേജുമായി ബന്ധപ്പെട്ട് ഇതുവരെയും യാതൊരു തരത്തിലുള്ള തീരുമാനവും ശരി ബൽറാം, ഏതായാലും ഇനിയും വരും മണിക്കൂറുകൾ അതും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറും. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. GST പരിഷ്കരണത്തെ കേരളം അംഗീകരിക്കുന്നുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. എന്നാൽ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. Anyway, the rationalization all the states accepted, and we have our reservations about the loss of our revenue. So we requested and asked for the compensation, some kind of compensation, and the levy of the existing compensation which they are collecting from tobacco and cigarettes and all those things are there with the it is not finalized, it is with the union. What we are suggesting that should be given, and rationalization all states are for that. Only thing is the loss of revenue in a huge amount, the loss is there, that will be there.
So that reservation we said, and we asked for the compensation. That is not finalized. ഓണവിപണിയിൽ മികച്ച കുതിപ്പുമായി ഗോപു നന്ദിലത് ജിമാർട്ട്. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ വിലക്കുറവുമായി ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ തുടരുകയാണ്. കൈനിറയ ഓഫറുകളും സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ വിലക്കുറവുമായാണ് ഓണം മെഗാ ഡിസ്കൗണ്ട് സെയിൽ തുടരുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള ബ്രാൻഡഡ് ഇലക്ട്രോണിക് ഡിജിറ്റൽ ഗൃഹോപകരണങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ആവശ്യക്കാർ ഏറെ. AI സാങ്കേതിക വിദ്യയോട് കൂടിയ TV, റോബോ വാക്യൂം ക്ലീനർ തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഗോപുനന്ദി ജിമാർട്ട് അത്തം മുതൽ അത്തം പത്തോണം ലാഖ്പതി ഓഫറിലൂടെ എവറി ഡേ 1 lakh rupees ക്യാഷ് പ്രൈസായിട്ട് ഞങ്ങളുടെ ഉപഭോക്താക്കൾക്ക് നറുക്കെടുപ്പിലൂടെ നൽകുന്നു. ഇതെല്ലാം ഗോപുനന്ദി ജിമാർട്ടിൽ ലഭിക്കുന്ന ലാഭത്തിൻ്റെ 3/4 പങ്കും ഈ ഓണക്കാലത്ത് ഞങ്ങൾ ഗിഫ്റ്റുകളും സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായിട്ട് നൽകുകയാണ്. ഇപ്പോൾ ഈ ഓണക്കാലത്ത് കസ്റ്റമേഴ്സിനായിട്ട് നമ്മൾ AI ടെക്നോളജി പ്രോഡക്റ്റുകളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മൊബൈൽ ഫോൺസിലാണ് AI ടെക്നോളജി വന്നത്. അത് കഴിഞ്ഞ് അപ്ലയൻസിൽ TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെ വന്നു കഴിഞ്ഞു. ഇപ്പോൾ ലാപ്ടോപ്സിലാണ് റീസെൻ്റ്ലി AI ടെക്നോളജി വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ലൈവ് ഡെമോ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്. ഓണം സ്പെഷ്യൽ സമ്മാന പദ്ധതിയായ നന്ദിലത്ത് ജിമാർട്ട് ലാഖ്പതി ഓഫറിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് 1 ലക്ഷം രൂപ സമ്മാനത്തുകയായി ലഭിക്കും. വക്കാലക്ക ഓഫറിലൂടെ കൊച്ചിയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്, ഹൂണ്ടായി കാറുകൾ, LED TVകൾ, വാഷിംഗ് മെഷീനുകൾ തുടങ്ങിയവ നേടാനും അവസരമുണ്ട്. ഓണവിപണി ഓണായി എന്ന് തന്നെ പറയാം. ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടിയുള്ള ഓണാവാനായിട്ട്. പക്ഷെ എന്നിരുന്നാലും നേരത്തെ നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ വളരെയധികം നല്ല റെസ്പോൺസാണ്. ഇനിയും എല്ലാവർക്കും എന്താ പറയുക, ഓഫേഴ്സൊന്നും തീർന്നിട്ടില്ല. ഓണം കഴിഞ്ഞാലും കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എക്സ്റ്റൻഡ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. കടുത്ത മത്സരങ്ങൾക്കിടയിലും മികച്ച വിൽപ്പന തുടരുന്നത് ഉപഭോക്താക്കൾക്ക് തങ്ങളോടുള്ള വിശ്വാസം കാരണമാണെന്ന് ഗോപു നന്ദിലത്ത് ഗ്രൂപ്പ് വ്യക്തമാക്കുന്നു. 24 തൃശൂർ. നമ്മൾ വീണ്ടും GST ഘടനയിൽ വരുന്ന സമഗ്രമാറ്റം സംബന്ധിച്ച വാർത്തയിലേക്കാണ് പോകുന്നത്. 2 നികുതി സ്ലാബുകൾ മാത്രമാണ് ഇനി ഉണ്ടാവുക. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിലാണ് നടത്തിയത്. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. ബൽറാം, ഈ എങ്ങനെയാണ് നികുതി ഘടന, അതിൽ വരുന്ന മാറ്റം, ഒപ്പം ഈ നിത്യോപയോഗ സാധനങ്ങൾ എന്തിനൊക്കെയാണ് വില കുറയുക, അതിന്റെ വിശദാംശങ്ങൾ ബൽറാം. ഉന്മേഷ്, സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, വീട്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ, സോപ്പ്, ഒപ്പം തന്നെ ഷാംപൂ, മറ്റ് അത്തരത്തിലുള്ള വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയുടെ GST നിരക്ക് കുറച്ചിരിക്കുന്നു. പുതിയ നികുതി ഘടനയനുസരിച്ച് ഇത്തരം വസ്തുക്കൾക്കുള്ള നികുതി നിലവിൽ 5% ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയാവുന്ന ഒരു വിഷയം എന്നുള്ളത് 18% വരെ GST ഉണ്ടായിരുന്ന ചില ഉൽപ്പന്നങ്ങൾക്ക് 0 GST ആയി ബൽറാം, ശബ്ദത്തിൽ ചെറിയൊരു സാങ്കേതിക പ്രശ്നമുണ്ട്. ബൽറാമിലേക്ക് എത്താം. ഇപ്പോൾ സമഗ്രമായ മാറ്റമാണ് നികുതി ഘടനയിൽ വരാൻ പോകുന്നത്. GST പരിഷ്കരണം സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് ചേർന്ന GST കൗൺസിൽ യോഗത്തിലാണ് ഈ നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വലിയ തോതിൽ കുറയുന്നുണ്ട്. 2 സ്ലാബുകളിലേക്കായി ഈ നികുതി ഘടന ചുരുക്കുന്ന ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. തൃശൂർ കുന്നംകുളത്ത് യുവാവിനെ പോലീസ് കസ്റ്റഡിയിൽ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. 2023 ഏപ്രിൽ 5 നടന്ന കസ്റ്റഡി മർദ്ദനത്തിന് ദൃശ്യങ്ങൾ പുറത്തുവന്നത് കോടതിയുടെ ഇടപെടലിലൂടെയാണ്. സുഹൃത്തിനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതിനാണ് യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS പോലീസ് മർദ്ദിച്ചത്. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസിനെതിരെ കടുത്ത പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസും ഉയർത്തുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നാളെ സുജിത് VS സന്ദർശിക്കും. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇത് പോലീസോ ഗുണ്ടകളോ എന്ന് ചോദിച്ച് മൂക്കത്ത് വിരൽ വയ്ക്കുന്നു കേരളം. യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത് VS പോലീസ് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുവരുന്നതും കൂട്ടം കൂടി മർദ്ദിക്കുന്നതുമായ ദൃശ്യങ്ങൾ. സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുജിത് കാര്യം തിരക്കിയതാണ് 3ാം മുറയ്ക്ക് പിന്നിൽ. SI നുഹ്മാൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ശശീന്ദ്രൻ, സന്ദീപ്, സജീവൻ എന്നിവർ വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമായിരുന്നു. വ്യാജ FIR ഉണ്ടാക്കി സുജിത്തിനെ ജയിലിലടയ്ക്കാനായിരുന്നു നീക്കം. സുജിത് നടത്തിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പോലീസുകാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് കുന്നംകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സേനാതലത്തിൽ നടപടിയെടുത്തിരുന്നു എന്നാണ് തൃശൂർ റേഞ്ച് DIG R ഹരിശങ്കറിന്റെ പ്രതികരണം. ആ എൻക്വയറി നടന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ
ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റക്കാരായി കണ്ട ആൾക്കാർക്കെതിരെ ശിക്ഷ നൽകിയിട്ടുള്ളതായിട്ടാണ് രേഖകളിൽ കാണുന്നത്. രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്ത്. കാക്കിയുടുപ്പ് ധരിച്ച ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന കുറ്റകരമായ നിലപാടാണ് കേരള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാകുമെന്നാണ് സൂചന. സൂരജ് സജി, 24 തൃശൂർ. 24 റൗണ്ടപ്പിലേക്ക്. This is 24. 24 റൗണ്ടപ്പിലേക്ക് തിരികെ. ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി മുന്നണികളുടെ രാഷ്ട്രീയ പോര് ശക്തം. സംഗമത്തിൽ പങ്കെടുക്കേണ്ടെന്ന് UDF തീരുമാനിച്ചപ്പോൾ ബദൽ സംഗമ നീക്കത്തിലാണ് BJP. വിശ്വാസികൾക്കൊപ്പമാണ് CPIM എന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ല എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണം. വിശ്വാസികളുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന നിലയിൽ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന് പറയാൻ UDF തയ്യാറല്ല. അതേസമയം മുന്നണി നേതാക്കൾ ആരും സംഗമത്തിൽ പങ്കെടുക്കില്ല. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഈ മാസം 20-ന് പമ്പയിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഈ മാസം 22-ന് പന്തളത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിക്കാനാണ് സംഘപരിവാർ സംഘടനകളുടെ തീരുമാനം. ഈ വരുന്ന 22-ാം തീയതി പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമഗ്രമായ ഒരു സംഗമം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വർഗീയതയ്ക്കെതിരായിരിക്കും ആഗോള അയ്യപ്പ സംഗമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കൊപ്പമാണ്. ഇന്നലെയുമാണ്, ഇന്നുമാണ്, നാളെയുമാണ്. താത്തി അവരോടത്ത് ഞാനിപ്പോൾ പോയിട്ടില്ല. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. അയ്യപ്പന്റെ പേരിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം പിരിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് കോടതി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം തടയണം എന്ന ഹർജിയിലാണ് നിരീക്ഷണം. 24 തിരുവനന്തപുരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി വേദി വിട്ടതിന് പിന്നാലെ വെള്ളാപ്പള്ളി നടേശന്റെ വിദ്വേഷ പരാമർശം. തിരുവനന്തപുരം പെരിങ്ങമലയിലെ SNDP യോഗത്തിന്റെ ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടന ചടങ്ങ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ ഉയർത്തിക്കാട്ടി വർഗീയതയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ശ്രീനാരായണ ഗുരുവിനെ സ്വന്തമാക്കാൻ ചില വർഗീയ ശക്തികൾ വല്ലാതെ പാടുപെടുന്നു എന്ന് മുഖ്യമന്ത്രി. വർഗീയതയുടെ വിഷവിത്തുകൾ നട്ടുപിടിപ്പിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിന്നാലെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി. ലക്ഷ്യങ്ങൾ നേടാനും യുവത്വത്തിന് വഴികാട്ടാനും വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി. ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാനും അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറക്ക് വഴികാട്ടാൻ ഒരു നേതാവിനെ എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ ആദരിച്ച ശേഷമാണ് മുഖ്യമന്ത്രി വേദി വിട്ടത്. പിന്നാലെ പ്രസംഗിക്കാനെത്തിയ വെള്ളാപ്പള്ളി നടേശൻ വർഗീയ പരാമർശം ആവർത്തിച്ചു. മുസ്ലിം സമുദായം മാപ്പിള ലഹള എന്ന് പറഞ്ഞ പ്രസിദ്ധമായ ലഹള നടത്തി ഹിന്ദുക്കളെ മാനഭംഗപ്പെടുത്തുകയും സ്ത്രീകളെ എല്ലാം മതപരിവർത്തനം ചെയ്യുകയും കൊല്ലുകയും തിന്നുകയും ചെയ്ത അമഹത്തായ ഒരു ദുരിതം അന്നുകൊണ്ടാണെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെ വേദിയിലിരിക്കെയാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം. 24 തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾക്ക് പ്രൗഢഗംഭീര തുടക്കം. തിരുവനന്തപുരം കനകക്കുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. തലസ്ഥാന നഗരം ഒരുങ്ങി. ഇനി ഓണം മൂഡ്. നഗരം വൈദ്യുതാലങ്കൃതമായി. ഏത് വഴിയിൽ നിന്ന് തലസ്ഥാന നഗരം നോക്കിയാലും ലൈറ്റ് മൂഡ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കനകക്കുന്നിൽ വെച്ച് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങൾ ചില വിഭാഗങ്ങളിൽ മാത്രമായി ചുരുക്കാനുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി. അസാധ്യമാണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയവരാണ് നമ്മൾ. അതിനിടയാക്കിയത് നമ്മുടെ ഐക്യവും ഒരുമയുമാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിനു മുന്നിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല എന്നതാണ് നാം തെളിയിച്ചിട്ടുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിന്റെയും തമിഴ് സിനിമാ താരം രവി മോഹന്റെയും സാന്നിധ്യം
ആഘോഷങ്ങൾക്ക് നൽകിയത് സെലിബ്രിറ്റി മൂഡ്. നിയമസഭയുടെ മുമ്പിൽ കൂടെയൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ പോലീസൊക്കെ ഓടിച്ചു വിടുമായിരുന്നു. പടാ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല എന്ന് പറയായിരുന്നു. ഇന്ന് അവിടെ പോയിരുന്ന് മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഓണം ആശംസകൾ. ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ഒരുക്കിയ ഓണസദ്യയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഒരാഴ്ചക്കാലം 33 വേദികളിലായാണ് ആഘോഷ പരിപാടികൾ. 10,000-ത്തിലധികം കലാകാരന്മാർ ആഘോഷങ്ങളുടെ ഭാഗമാവും. 5, 6, 7 തീയതികളിൽ നഗരത്തിൽ ഡ്രോൺ ഷോ ഒരുക്കും. 1000-ഓളം ഡ്രോണുകൾ ഷോയുടെ ഭാഗമാവും. ഈ മാസം 9-ന് നടക്കുന്ന ഘോഷയാത്രയോടെ ഓണം വാരാഘോഷം സമാപിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.